ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ കേരള യാത്ര റദ്ദാക്കി. UDF പ്രചാരണത്തിനായി ഇന്ന് വൈകിട്ടായിരുന്നു രാഹുൽ കോഴിക്കോട്ട് എത്തേണ്ടിയിരുന്നത്. ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുലിന് പകരമായി കോഴിക്കോടേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. അജി കുഞ്ഞുമോൻ കോഴിക്കോട് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അജി, എന്താണ് യാത്ര റദ്ദാക്കാനുള്ള കാരണം? അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം വിശദീകരണം നൽകുന്നുണ്ടോ? ഒപ്പം ഇന്നത്തെ പരിപാടികൾ അതെങ്ങനെയാണ്? പ്രജിൻ നസിദ, ഈ രാഹുൽ ഗാന്ധിയുടെ കേരള യാത്ര നിശ്ചയിച്ചിരുന്നത് ഇന്ന് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് തിരിക്കുകയും ഇന്ന് വൈകിട്ട് 4:30 അദ്ദേഹം കോഴിക്കോട്ടെ മഹാറാലിയെ അഭിസംബോധന ചെയ്യുമെന്നായിരുന്നു തുടക്കത്തിൽ തീരുമാനിച്ചത്. എന്നാൽ ഇന്നലെ രാത്രിയിൽ രാഹുൽ ഗാന്ധിയുടെ മാതാവ് സോണിയാഗാന്ധിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ യാത്ര ഇന്നലെ രാത്രിയിൽ മുതൽ അനിശ്ചിതത്വത്തിലായിരുന്നു. ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കടക്കം വലിയ തരത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഷെഡ്യൂളുകളൊക്കെ തന്നെ നേരത്തെ തന്നെ തീരുമാനിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ സോണിയാഗാന്ധിയുടെ ആരോഗ്യാവസ്ഥ തൃപ്തികരമാണ്. പക്ഷേ തൽക്കാലം കേരളത്തിലേക്ക് യാത്ര ചെയ്യേണ്ട എന്നുള്ള ഒരു തീരുമാനമാണ് അദ്ദേഹം എടുത്തത്. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഇന്നത്തെ പര്യടനം റദ്ദാക്കിയത്. കോഴിക്കോട് UDF മഹാറാലി സംഘടിപ്പിച്ചിരുന്നു. അത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDFിന്റെ മഹാറാലി, അതായത് കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ UDF സ്ഥാനാർത്ഥികളെ ഒരേ വേദിയിൽ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ മഹാറാലി കോഴിക്കോട് നിശ്ചയിച്ചിരുന്നത്. ആ റാലിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധിക്ക് പകരം മല്ലികാർജ്ജുൻ ഖാർഗെയാണ് വരുന്നത്. വൈകിട്ട് 4:30 മല്ലികാർജ്ജുൻ ഖാർഗെ ഒപ്പം സച്ചിൻ പൈലറ്റ് അടക്കമുള്ള നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും. പ്രവർത്തകർ വലിയ തരത്തിലുള്ള ഒരു ആവേശത്തോട് തന്നെയായിരുന്നു നിന്നിരുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ പൊതുപരിപാടിയാണ്. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യത്തെ യാത്രയായിരുന്നു. അത് മാത്രമല്ല, ഗ്യാരണ്ടി കാർഡ് അടക്കമുള്ള പ്രഖ്യാപനങ്ങളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. ഈ പ്രഖ്യാപനം, അതായത് 5 ഗ്യാരണ്ടി പ്രഖ്യാപനങ്ങൾ, അത് ഇന്ന് ഈ പൊതുവേദിയിൽ വെച്ച് തന്നെ നടത്താനായിരുന്നു തീരുമാനിച്ചത്. KPCC അടക്കം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടെ ഒരു സർപ്രൈസ് ഉണ്ടാകും. ആ സർപ്രൈസ് ഇന്ന് വൈകിട്ട് തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് KPCC അടക്കം പറഞ്ഞത്. വലിയ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തന്നെയും നടത്തിയിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ അഭാവത്തിൽ ആ യാത്ര മഹാറാലി ഉദ്ഘാടനം ചെയ്യുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. 5 ഗ്യാരണ്ടി കാർഡ് പ്രഖ്യാപിക്കുന്നത് ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. 5 പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. ആ പ്രഖ്യാപനത്തിൽ എന്തെല്ലാം സുപ്രധാനമായ കാരണങ്ങൾ ഉണ്ടാകുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ നിലവിൽ കോഴിക്കോട് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. രാവിലെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അടക്കം പറഞ്ഞത് ഇത്തവണ ഒരു തുടർ ഭരണം LDFിനെ സംബന്ധിച്ച് ഉണ്ടാകില്ല, UDF അധികാരത്തിലെത്തും എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി സ്വാഭാവികമാണ്, അത്തരം പ്രതികരണങ്ങൾ നേരത്തെ ഉണ്ട്. പക്ഷേ ഈ രാഹുൽ ഗാന്ധിയെ പോലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മുഖമായ ഒരു നേതാവിനെ ഇവിടെ എത്തിക്കുക, പ്രചാരണത്തിന് പരമാവധി ആവേശം ഉണ്ടാക്കുക, അതോടൊപ്പം മറുഭാഗത്ത് നോക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി എത്താൻ പോകും തൃശ്ശൂരിൽ. അപ്പം അതിനോടൊപ്പം പിടിച്ചു നിൽക്കുക എന്നതൊക്കെ ഉണ്ടല്ലോ. പക്ഷേ രാഹുൽ ഗാന്ധി എത്തുന്നില്ല. ഇനിയിപ്പോൾ മറ്റേതെങ്കിലും ഒരു ദിവസത്തേക്ക് ഇത് മാറ്റിവെക്കുന്നുണ്ടോ? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ? പ്രജിൻ, രാഹുൽ ഗാന്ധിയുടെ ഷെഡ്യൂൾ അനുസരിച്ച് ഇലക്ഷന് ഈ മാസത്തെ ഒരു പ്രോഗ്രാമാണ് ഇവിടെ നിശ്ചയിച്ചത്. ഇനിയും കേരള പര്യടനം ഉണ്ട് എന്നാണ് ഷാഫി പറമ്പിൽ അടക്കം പറഞ്ഞത്. അത് ആദ്യത്തെ പരിപാടിയാണ് കോഴിക്കോട് നിശ്ചയിച്ചത്. അടുത്ത ദിവസങ്ങളിൽ ഉടനെ തന്നെ മറ്റൊരു ദിവസം മറ്റ് സ്ഥലങ്ങളിൽ തെക്കൻ കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ പര്യടനം ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിഞ്ഞത്. മധ്യ കേരളത്തിലും ഒപ്പം തന്നെ തെക്കൻ കേരളത്തിലും രാഹുൽ ഗാന്ധിയുടെ പര്യടനം ഉണ്ടാകും. നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി അടക്കം എത്തി BJP ക്യാമ്പുകളിൽ വലിയ ആവേശം സൃഷ്ടിക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ ഒരു വരവ് വലിയ തരത്തിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ ആത്മവിശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ദിവസത്തേക്ക് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏതായാലും ഒരു അപ്രതീക്ഷിതമായിട്ട് തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പരിപാടി റദ്ദ് ചെയ്തത്. രാവിലെ 11 മണി വരെയും വലിയ തരത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. മറ്റൊരു ദിവസത്തേക്ക് ഈ പരിപാടി നടക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.